UDFിന്റെ ജില്ലയുടെ കൺവീനർ ശ്രീ ശംസുദ്ദീൻ, മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മോഹൻരാജ്, ഈ വേദിയിലെ ഏറെ ബഹുമാന്യരും പ്രിയങ്കരുമായിട്ടുള്ള നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജിന്റെയും മുൻപിലേക്ക് കോൺഗ്രസ് ഇതുപോലെയുള്ള ധർണകൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ആ ധർണ നടത്തുവാനുള്ള തീരുമാനം കോൺഗ്രസ് പ്രസ്ഥാനം എടുക്കുവാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് പ്രിയപ്പെട്ട ശ്രീ സതീഷ് കൊച്ചുപറമ്പ് ആമുഖമായി കുറെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇതിന്റെ എല്ലാം മൂല കാരണം എന്ന് പറയുന്നത് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, ആ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇത് നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചിട്ട് കാര്യമില്ല. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനകൾ ഈ കഴിഞ്ഞ ദിവസം നിങ്ങളും കേട്ടുകാണും എന്ന് ഞാൻ കരുതുകയാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രി ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് നല്ലവനാണ്, കുഴപ്പക്കാരനല്ല, എല്ലാ സർട്ടിഫിക്കറ്റും ആരോഗ്യ വകുപ്പ് മന്ത്രി നൽകിയുണ്ടായി. ഇന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് ആ ഡോക്ടർക്കെതിരെ ചില റിപ്പോർട്ടുകൾ തയ്യാറാക്കി, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ഏതാനും ദിവസത്തിനുള്ളിൽ സസ്പെൻഷനിലേക്ക് പോകാൻ പോകുന്നു എന്ന വാർത്തയാണ് കേൾക്കാൻ കഴിയുന്നത്. ചില മീഡിയാസ് എന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വിളിക്കുകയുണ്ടാകും. ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് അവർ വിളിച്ചത്. ഇവിടെ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കേവർക്കും, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്കേവർക്കും അറിയാവുന്ന ഒരു കാര്യം, കോന്നി മെഡിക്കൽ കോളേജ് നമ്മൾ ഒരു സ്വപ്ന തുല്യമായ ഒരു പദ്ധതിക്കാണ് രൂപം കൊടുത്തത്. ആ പദ്ധതിക്ക് രൂപം കൊടുത്തത് 2011 2011 അങ്ങനെ ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയും ബഹുമാന്യായ ശ്രീ ഉമ്മൻചാണ്ടി, കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അർദ്ധരാത്രിയിലാണ് എന്നെ വിളിച്ച് ഉണർത്തിയിട്ട് പറഞ്ഞു, താൻ ഉടൻ തന്നെ എന്നെ വന്ന് കാണണം. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് ഇപ്പോൾ ഉള്ളത് 5 മെഡിക്കൽ കോളേജ് മാത്രമാണ്. ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് ആലപ്പുഴ, മറ്റൊന്ന് കോട്ടയം, മറ്റൊന്ന് തൃശൂർ, കോഴിക്കോട്. ഇത് കൂടാതെ തന്നെ കേരളത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ നമുക്ക് ഓരോ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുവാൻ വേണ്ടി വരുന്ന ബഡ്ജറ്റിൽ കാര്യങ്ങൾ അവതരിപ്പിക്കണം. അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KM മാണിയാണ്. അദ്ദേഹത്തെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ അദ്ദേഹം താമസിക്കുന്ന ഭവനത്തിലേക്ക് പോയി. ഉമ്മൻചാണ്ടി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ 4 ഇടങ്ങളാണ് സജസ്റ്റ് ചെയ്തത്. ഒന്ന് പത്തനംതിട്ട, മറ്റൊന്ന് ഇടുക്കി, അത് കൂടാതെ മലപ്പുറം, കാസർഗോഡ്. ഈ 4 മെഡിക്കൽ കോളേജുകൾ പുതിയതായി ബഡ്ജറ്റിൽ വകയിരുത്തിക്കൊണ്ട് ആരംഭം കുറിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. അങ്ങനെയാണ് അന്നത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന അവസരത്തിൽ പുതിയ 4 മെഡിക്കൽ കോളേജ് വരും എന്ന് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ബഹുമാന്യായ ശ്രീ KM മാണി അന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോന്നി എന്ന് പറയുന്ന മലയോര മേഖല, ഈ മലയോര മേഖലയിൽ നമുക്ക് ആരോഗ്യ പ്രവർത്തന രംഗത്ത് ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാകണം എന്ന് കണ്ടുകൊണ്ട്
ഇവിടെയുള്ള ഈ സ്ഥലം അതിനുവേണ്ടി വിട്ടുകൊടുക്കാനുള്ള തീരുമാനം എടുക്കുകയുണ്ടായി. ആ സ്ഥലം വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ ഏതാണ്ട് 50 ഏക്കർ സ്ഥലമാണെന്ന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കോന്നിയിലെ മെഡിക്കൽ കോളേജ് ആരംഭം കുറിക്കണം, പണമുണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ അതിനാവശ്യമായ നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോയി. ആവശ്യമായ നടപടികളുമായി മുമ്പോട്ട് പോയി എന്ന് പറയുമ്പോൾ നബാർഡ് എന്ന് പറയുന്ന ഏജൻസിയെ നേരിട്ട് കണ്ട് അവരുമായി ചർച്ച നടത്തി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നബാർഡിന്റെ ചെയർമാനെ നേരിട്ട് ബന്ധപ്പെട്ട് ഈ ആവശ്യം ഉന്നയിച്ചതനുസരിച്ച് നമുക്ക് ഇതിനുള്ള അനുമതി തരികയാണ് ചെയ്തത്. അങ്ങനെ ആ അനുമതി നേടിയെടുത്തതിന് ശേഷം ബഹുമാന്യായ ശ്രീ ഉമ്മൻചാണ്ടിയെ ഞാൻ നേരിട്ട് കണ്ടു. പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിക്ക് പോലും അറിയാതിരുന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ രാവിലെ പോയി അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി കണ്ടിട്ട് മെഡിക്കൽ കോളേജിന്റെ കല്ലടിയിലെ തീയതി നിശ്ചയിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം അപ്പോൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, തനിക്ക് എവിടെ നിന്ന് പണം കിട്ടും, ആവശ്യമായ പണം കണ്ടെത്താതെ എങ്ങനെ തുടങ്ങാൻ കഴിയും എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ നബാർഡിൽ നിന്നും കിട്ടിയ അനുമതി പത്രം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം എന്നെ അവിടെ വെച്ച്, അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം എന്നെ അഭിനന്ദിച്ചു എന്ന് പറയുന്നത് ഇതിന്റെ പുറകെ നടന്ന് ഇത്രയും കാര്യങ്ങൾ നേടിയെടുത്തു എന്നുള്ളത് കൊണ്ടാണ്. ഞാനിന്ന് ആരോഗ്യവകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയായിരുന്നില്ല, അന്ന് റവന്യൂ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ തുടക്കം ഇവിടെ കുറിച്ചത്. ആ തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ PGR പിള്ള, എല്ലാവർക്കും അറിയില്ല, ഇവിടുത്തുകാർക്കറിയാം, ഡോക്ടർ PGR പിള്ള കോട്ടയംകാരനാണ്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇതിനുള്ള പ്ലാനും പദ്ധതിയും ഉണ്ടാക്കുവാൻ വേണ്ടി HLL എന്ന കമ്പനിയെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അവരെ ഏൽപ്പിച്ചു, അവർ പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാൻ അനുസരിച്ച് ഇവിടെ കല്ലടിയിൽ കർമ്മം നിർവഹിക്കുകയുണ്ട്. ആ കല്ലടിയിൽ കർമ്മം നിറവേറ്റി കാര്യങ്ങൾ ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയി. അതിന് മുമ്പോട്ട് പോയതിനു ശേഷം ഇതിന്റെ പണികൾ നടന്നു. ആ പണികൾ ഏതാണ്ട് 2016-17 കാലഘട്ടത്തിൽ ആദ്യഘട്ടത്തിലുള്ള പണികൾ പൂർത്തീകരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പണികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ ഗവൺമെന്റ് LDF ഗവൺമെന്റാണ്. അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ശ്രീമതി ശൈലജ ടീച്ചറാണ്. ഞാൻ ശൈലജ ടീച്ചറിനെ നേരിട്ട് കണ്ടു. ശൈലജ ടീച്ചർ ദയനീയമായി എന്നോടൊരു കാര്യം പറഞ്ഞു, അങ്ങ് എന്നോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് പറയേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്നു, അദ്ദേഹത്തെ പോയി കണ്ട് ഒന്ന് സംസാരിക്കണം എന്ന് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ നേരെ ബഹുമാന്യായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് പോയി അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ആദ്യഘട്ടത്തിലുള്ള പണികളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. ആ പൂർത്തീകരിച്ചതനുസരിച്ച് നമുക്ക് തുടർ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള അവസരം ഒരുക്കിയെടുക്കാൻ കഴിയും. അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നോക്കട്ടെ, വരട്ടെ എന്ന് എന്നോട് വാക്ക് പറയുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ നോക്കും വാക്കുമൊക്കെ ഇങ്ങനെയായിരുന്നു എന്ന് വീണ്ടും അടുത്ത ഒരു 5 വർഷം കൂടി കഴിയേണ്ടതായി വന്നു. ഏറ്റവും അവസാനം 2019 എന്റെ പാർട്ടി എന്നോട് പറഞ്ഞു, ആറ്റിങ്ങൽ പോയി മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഏറ്റെടുത്തുകൊണ്ട് ആറ്റിങ്ങൽ മത്സരിക്കുവാൻ വേണ്ടി പോയ ഒരാളാണ്. ആറ്റിങ്ങൽ മത്സരിക്കാൻ പോയി അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞുവെങ്കിലും ഏറ്റവും അവസാനം നിയമസഭയിൽ ഞാൻ എന്റെ രാജി സമർപ്പിക്കുവാൻ വേണ്ടി സ്പീക്കറെ കണ്ട് രാജി സമർപ്പിക്കുന്ന ദിവസം നിയമസഭയിൽ ഞാൻ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു. ആ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞു, കോന്നിയിലെ ജനങ്ങൾ പാവപ്പെട്ടവരാണ് സാർ. ആ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഞാൻ എന്റെ അവസാന വാക്ക് ഇവിടെ വെച്ച് ഈ സഭയിൽ ഞാൻ പറയുകയാണ്. കോന്നിയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്, എന്റെ കുടുംബത്തിന് വേണ്ടിയല്ല.
അത് നിങ്ങൾ നിറവേറ്റി തരണം എന്ന് പറയുകയുണ്ടായി. അതിന് മറുപടി പറഞ്ഞത് അന്നത്തെ ആരോഗ്യ മന്ത്രി ശൈലജ ടീച്ചറാണ്. ശൈലജ ടീച്ചർ പറഞ്ഞ മറുപടി ഒരുപക്ഷെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ കൈവശം കാണും. അവർ പറഞ്ഞു, ആനകുത്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചിട്ടുള്ളത്, ആന ഇറങ്ങുന്ന ഒരു സ്ഥലത്താണ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് അവർ ചെയ്തത്. ആക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ കോന്നി മെഡിക്കൽ കോളേജിന്റെ ചുറ്റുപാടുകളും ഇതിന്റെ അവസ്ഥയെ കുറിച്ചുമൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ളവരാണ്. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം, കോന്നി മെഡിക്കൽ കോളേജിന്റെ പണികൾ അന്ന് ആരംഭം കുറിച്ച് അതിന്റെ പണികൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് 2019 ഏപ്രിൽ മാസത്തിൽ പാർലമെന്റ് അംഗമായി എങ്കിലും ഏറ്റവും അവസാനത്തെ ദിവസം കോന്നിക്കാർക്ക് വേണ്ടി കേരള നിയമസഭയിൽ ശബ്ദമുയർത്താൻ എനിക്ക് അവസരം കിട്ടിയത്. ആ ശബ്ദമുയർത്തി എങ്കിലും അതിന് പരിഹാരമുണ്ടായിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയാം, ഇന്നിപ്പോൾ ഇതിന്റെ ചുറ്റുപാടും കാണുന്ന എല്ലാം ഈ ഡ്രഗ്സ് കൺട്രോൾ ഓഫീസ്, അതിനപ്പുറത്ത് നമ്മുടെ കേന്ദ്ര വിദ്യാലയം, ആ കേന്ദ്ര വിദ്യാലയത്തിന് 8 ഏക്കർ സ്ഥലമാണെന്ന് കൊടുത്തത്. അത് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അവസരത്തിൽ ഇവിടെയുള്ള മൊത്തം സ്ഥലത്തെക്കുറിച്ചും എനിക്ക് ഉത്തമ ബോധ്യമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് 8 ഏക്കർ സ്ഥലം നമ്മുടെ കേന്ദ്രീയ വിദ്യാലയത്തിന് തൊട്ടപ്പുറത്ത് ഡ്രഗ്സ് കൺട്രോൾ ഓഫീസ് തുടങ്ങുവാൻ അത് 2011 തന്നെ ഞങ്ങൾ തീരുമാനമെടുത്തു. അതിനുശേഷം ഇവിടെ ഒരു നഴ്സിംഗ് കോളേജ് തുടങ്ങുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ വേണ്ട സ്ഥലം കൊടുത്തു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവിടെ കൊടുത്തു. ഇന്ന് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം, ഈ മെഡിക്കൽ കോളേജിലെ ചികിത്സ എന്താണ് നടക്കുന്നത്? ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറഞ്ഞു എങ്കിൽ ഞാൻ വെല്ലുവിളിയോടുകൂടി പറയുന്നു, ഈ മെഡിക്കൽ കോളേജിൽ ഇതിനെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ, ഞാൻ അവരെ കുറ്റം പറയുകയില്ല. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, നമ്മൾ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് 139 ഡോക്ടർമാരെ ഇവിടെ നിയോഗിച്ചിട്ടാണ് അന്ന് ഞങ്ങൾ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നത്. 101 139 ഡോക്ടർമാർ. ആ ഡോക്ടർമാർ ഒരുപക്ഷെ പലയിടങ്ങളിൽ പണിയെടുക്കുന്നവർ കോഴിക്കോട്, ആലപ്പുഴ, കോട്ടയം, തൃശൂർ തുടങ്ങിയ മേഖലകൾ പണിയെടുത്തുകൊണ്ടിരുന്ന ഡോക്ടർമാരെ ഇവിടെ നിയോഗിച്ചു. ഡോക്ടർമാരെ വെറുതെ നിയോഗിച്ചതല്ല, അവരൊക്കെ നമ്മുടെ പ്രദേശവാസികൾ കൂടിയായിരുന്നു. അവർ പല ആളുകളും അങ്ങനെ ഓപ്ഷൻ ചോദിച്ച് എന്റെ മുമ്പിൽ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഡോക്ടർ കോഴിക്കോട്ടിൽ നിന്ന് എന്തിനാണ് കോന്നിയിലേക്ക് വരുന്നത്? അപ്പൊ പറഞ്ഞു, ഞാൻ തുമ്പോണ്ടായിരുന്നു, തുമ്പോണാണ് എന്റെ സ്വദേശം, ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ചരിത്രങ്ങൾ എന്റെ മുൻപിലുണ്ട്. ഞാൻ പറഞ്ഞത്, ഇന്നിവിടെ വേണ്ട ചികിത്സ ഇവിടെ നടക്കുന്നുണ്ടോ? ഇവിടെ ചികിത്സ വേണ്ടത് നടക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? ഈ ഡോക്ടർമാരെ എല്ലാം പിന്നീട് 139 ഡോക്ടർമാരെയും തിരിച്ചു വിളിച്ചു. ഈ സർക്കാർ ചെയ്ത ഏറ്റവും വലിയൊരു ഗുണമാണ് 139 ഡോക്ടർമാരെ തിരികെ വിളിച്ച് ഇവിടെ ഈ സ്ഥാപനത്തെ തകർക്കുവാൻ വേണ്ടി ശ്രമം നടത്തുകയും ആ ശ്രമം നടത്തിയതിന്റെ ഭാഗമാണ് ഇന്ന് ഈ മെഡിക്കൽ കോളേജ്. അന്ന് അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടന്നല്ലോ, ഒരു പക്ഷേ നിങ്ങളും കണ്ടു കാണും. ആ തെരഞ്ഞെടുപ്പിൽ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, 4 തൂണ് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. 4 തൂണെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞു എന്ന് ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതെങ്കിലും പറഞ്ഞു എന്നുള്ളത് കൊണ്ട് 4 തൂണുകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഞാൻ MLA ആയി വന്നതിന് ശേഷമാണ് ഈ മെഡിക്കൽ കോളേജ് ഇവിടെ സ്ഥാപിക്കാനുള്ള അവസരം ഒരുക്കിയത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്ന എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവം കാണിക്കുന്ന ആളുകളെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹം MLA എന്നുള്ള നിലയിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ കുറവ് കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ പ്രായക്കുറവ് അത് തന്നെയാണ് അതിന് വഴിയൊരുക്കിയത്. പിന്നെ ഇവിടെ എന്താ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹാരിസ് ഡോക്ടർ പറഞ്ഞെന്താ, ആ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ചരിത്രം
ഒരുപക്ഷെ പത്രങ്ങളിലൂടെ നിങ്ങളൊക്കെ വായിച്ചു കാണും. അദ്ദേഹം ഒരു ഇടതുപക്ഷ ചായ്വുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇത് പറയുവാനുണ്ടായ കാരണങ്ങൾ എന്ത് എന്നതിനെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരും വായിച്ചു മനസ്സിലാക്കി കാണും. മാധ്യമ സുഹൃത്തുക്കളും അതൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഇന്ന് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ ഒരു സ്ഥലത്തും വേണ്ട ചികിത്സ ലഭ്യമാകുന്നില്ല, വേണ്ട തരത്തിൽ ചികിത്സ ലഭ്യമാകുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞു, കലഞ്ഞൂരിലുള്ള ഒരു പെൺകുട്ടിയുടെ കൈ വെട്ടി ആ പെൺകുട്ടിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ 10 ലക്ഷം രൂപ ചോദിച്ചു. എവിടുന്നാ? കലഞ്ഞൂരിൽ നിന്ന് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് വരണമെങ്കിൽ എത്ര കിലോമീറ്റർ യാത്ര ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിക്കണം. കോന്നി മെഡിക്കൽ കോളേജ് എന്തിനാ ഉണ്ടാക്കിയത്? കോന്നി മെഡിക്കൽ കോളേജ് നമ്മൾ സ്ഥാപിച്ചത് ഇവിടെ ചികിത്സ ലഭ്യമാകുവാൻ വേണ്ടിയാണ്. ഇവിടെ വിദഗ്ധമായ ചികിത്സ കൊടുക്കേണ്ടതിന് പകരം ഇന്ന് വീമ്പിളക്കിക്കൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞു, ഞങ്ങൾ വെറുതെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചു. ഏത് മെഡിക്കൽ കോളേജാ? ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ, ഇവിടെ ഒരു അപകടമുണ്ടായാൽ അതിനെ നമ്മൾ വില കൊടുക്കേണ്ടത് ഈ കോന്നി മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ കിട്ടും. കോന്നി മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. ഈ അടുത്ത സമയത്തുണ്ടായ സംഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളുമായി ഈ മെഡിക്കൽ കോളേജ് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗമാണെങ്കിലും കേരളത്തിലെ മറ്റ് ആതുര സേവന രംഗത്ത് ഉള്ള ഓരോ സ്ഥാപനങ്ങളും ഇന്ന് തകർത്തടിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. അതാണ് ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, വെന്റിലേറ്ററിലാക്കിയിരിക്കുകയാണ്. ആ വെന്റിലേറ്ററിലാക്കേണ്ട അവസാനത്തെ ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, കേരളത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സ കൊടുക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്ന് മാത്രമല്ല, കുറഞ്ഞ തോതിൽ മരുന്നുകൾ കിട്ടാനുള്ള അവസരം ഉണ്ടാകണമെന്ന് കണ്ടുകൊണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ മരുന്ന് വാങ്ങുവാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറഞ്ഞാൽ ചെറുതല്ല, വലിയ വില കൊടുക്കേണ്ടതായി വരുന്നു. ആ വലിയ വില കൊടുക്കേണ്ടതായി വന്നപ്പോൾ കാര്യങ്ങൾ അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദകരുമായി നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ നേരിട്ട് ഞങ്ങൾക്ക് മരുന്ന് തരണം എന്നാവശ്യപ്പെട്ട് പെടാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു. ആ നടപടികൾ സ്വീകരിക്കുന്ന അവസരത്തിൽ അന്ന് അവർ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് തരാൻ മടിയുണ്ടായിട്ടല്ല, ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിലയ്ക്ക് നിങ്ങൾക്ക് മരുന്ന് തരാം. പക്ഷെ ഇതൊക്കെ നിയന്ത്രിക്കുന്ന ചില ആളുകളുണ്ട്. ആ നിയന്ത്രിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ട പരിരക്ഷ തരാൻ തയ്യാറാണ് എങ്കിൽ ഞങ്ങളത് ചെയ്തുകൊള്ളാമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് നിയമസഭ കൂടുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ചർച്ച നടത്തി തീരുമാനമെടുത്തത്. അങ്ങനെയാണ് കാരുണ്യ മെഡിക്കൽസ് ആരംഭം കുറിച്ചത്. കാരുണ്യ മെഡിക്കൽസ് എന്ന് പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗത്ത് തുടക്കം കുറിച്ചതാണ്. ആ തുടക്കം കുറിച്ച കാരുണ്യ മെഡിക്കൽസിലെ അന്നത്തെ വിറ്റുവരവ് 8-10 ലക്ഷം രൂപയായിരുന്നു. ചികിത്സയ്ക്ക് തേടി വരുന്നവർ, ക്യാൻസർ രോഗത്തിന് വേണ്ടി ചികിത്സയ്ക്ക് വരുന്നവർക്ക് 500 രൂപയുടെ മരുന്ന് 8,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും ഇന്ന് വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ മാറ്റിയെടുത്തത് UDFിന്റെ സർക്കാരും പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയും അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ കൂടി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാരുണ്യ മെഡിക്കൽസ് ഞങ്ങൾ ആരംഭിച്ചത്. ഇന്നത്തെ അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഈ അടുത്ത സമയത്ത് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വായൊക്കെ മൂടിക്കെട്ടി അവര് കാരുണ്യ മെഡിക്കൽസിൽ പോയി. കാരുണ്യ മെഡിക്കൽസിൽ പോയപ്പോ തൊട്ടപ്പുറത്ത് ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ, റീൽസ് എടുക്കാൻ കൂടെ ആളുകളുണ്ട്. അതൊക്കെ റീൽസ് എടുത്തുകൊണ്ട് പോയ ആരോഗ്യ വകുപ്പ് മന്ത്രി മരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് മരുന്നില്ല.
മരുന്ന് വരുമോ എന്ന് ചോദിച്ചാൽ വരും. ഇത് ഈ വർത്തമാനം പറയാൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി. സംസ്ഥാനത്ത് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആരോഗ്യ വകുപ്പിന് വേണ്ടി ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ ആ ആരോഗ്യ വകുപ്പിന് ആ പണം ലഭ്യമാകണം. അത് കൂടാതെയാണ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും പണം ലഭ്യമാകുന്നത്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും പണം ലഭ്യമാകുമ്പോൾ ആ പണം കൂടി വിനിയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ രംഗത്ത് കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാറുണ്ട്. ഇവിടെ അത്തരം പ്രവർത്തനങ്ങളൊക്കെ നിശ്ചലമായിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒന്നും നടക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു ഓപ്പറേഷൻ നടക്കണമെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് വരുന്ന രോഗിയോട് പൈസ ഉണ്ടോ എന്ന് ചോദിക്കും. ആ പണം നിങ്ങൾ അടച്ച് ഇന്നെടുത്തു നിന്ന് മരുന്ന് വാങ്ങണം, അല്ലെങ്കിൽ അതിന്റെ എക്യുപ്മെന്റ്സ് വാങ്ങണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിനെതിരെ നടപടി വരും. ആ നടപടി വരും എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ആ നടപടി സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ. ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്, കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറയുമ്പോൾ പത്തനംതിട്ടക്കാർ എന്നുള്ള നിലയിൽ ഈ നിൽക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും സത്യത്തിൽ തലകുലിച്ച് നിൽക്കേണ്ടതായിരുന്നു. തലകുലിച്ച് നിൽക്കണം, അതിന്റെ അവസ്ഥയിലേക്ക് പോകണം. ഇവിടെ നമ്മൾ ഈ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുവാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ആശയമുണ്ടായിരുന്നത്, ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ ആ അപകടത്തിൽപ്പെടുന്നവരെ നേരിട്ട് ഇവിടെ കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് ഈ മേഖലകളിൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനമൊക്കെ പുരോഗമിപ്പിക്കുവാനും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുവാനുള്ള ഏർപ്പാടുകൾ ഉണ്ടായത്. ആ ഏർപ്പാടുകൾ ഉണ്ടായിട്ട് എത്രയോ വർഷമായി. പക്ഷെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നിപ്പോ വരുമ്പോൾ ചില ഇടങ്ങളിലൊക്കെ ചില തെറ്റുകളും മറ്റും നടക്കുന്നു. എത്ര വർഷമായി എന്ന് നിങ്ങൾ ആലോചിക്കും. 2011 കാലഘട്ടം മുതൽ തുടങ്ങി വെച്ചത്, അന്ന് ബഡ്ജറ്റിൽ തുക വകകൊള്ളിച്ചത്, അത് വിനിയോഗിക്കാൻ കഴിയാതെ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാണക്കേടിന്റെ അപ്പുറമാണ്. ഇത് എല്ലാം ഏറ്റെടുത്തുകൊണ്ട് എവിടെയെങ്കിലും ഒരു ഇടം കിട്ടിയാൽ എന്റെ പേരോടൊന്ന് സ്ഥാപിച്ചോ എന്ന് പറഞ്ഞ് അത് കയ്യടി നേടുവാൻ വേണ്ടി നടക്കുന്നവരല്ല പൊതുപ്രവർത്തകർ. പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ നാടിന് അഭിമാനമായി, നാടിന് ഗുണകരമായി, നാട്ടിലെ ജനങ്ങൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് അതിന് ഗുണപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെയാണ് പൊതുപ്രവർത്തകർ എന്ന് പറയുന്നത്. കക്ഷിയോ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നോക്കിക്കൊണ്ടല്ല നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് ഒരുപക്ഷെ ഈ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. ഇതിലും നല്ല ചികിത്സ എനിക്ക് തോന്നുന്നത് താലൂക്ക് ആശുപത്രി, കോന്നി താലൂക്ക് ആശുപത്രി, അല്ലാതെ ഇവിടെ കിട്ടത്തില്ല. കോന്നി താലൂക്ക് ആശുപത്രിയിലും നമ്മൾ 7 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ കെട്ടിട സംവിധാനം മറ്റും പണി കഴിക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കിയത്. അപ്പോഴാണ് MB ആയി പോയത്. ചില ആളുകളെ ചുമതലപ്പെടുത്തി. ആളുകൾ ഇന്ന് ആ ആളുകൾ ജീവിച്ചിരിക്കുന്നില്ല എങ്കിലും അവരൊക്കെ നിറവേറ്റുവാൻ അത് ബ്ലോക്ക് പഞ്ചായത്തായിരുന്നു എന്റെ ചുമതല. അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇതൊക്കെ ചെയ്യും എന്ന് കരുതി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു, ബാക്കിയുള്ളതൊക്കെ പോകും. അതാണ് എന്റെ സത്യാവസ്ഥ. ഇപ്പോ മെഡിക്കൽ കോളേജിൽ നിന്നും ആദ്യം റെഫർ ചെയ്യുന്നത് കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക്. കോന്നി താലൂക്ക് ആശുപത്രി കഴിഞ്ഞാൽ അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക്. പിന്നെ എന്തിനാണ് ഈ മെഡിക്കൽ കോളേജ് നമ്മളിവിടെ സ്ഥാപിച്ചത്? നമ്മൾ ഈ മെഡിക്കൽ കോളേജ് ഇവിടെ സ്ഥാപിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയം, ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെ വരുന്ന എത്തിച്ചേർന്ന ഏതൊരാൾക്കും നല്ല ചികിത്സ കിട്ടാനുള്ള അവസരം ഒരുക്കിയെടുക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോയത്. ഞാൻ ദീർഘമായി പ്രസംഗിച്ചുകൊണ്ട് പോകുന്നില്ല. ഇവിടെ നടന്നിട്ടുള്ള, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് കോന്നിക്കാർക്ക് പോകാൻ പാടില്ല. അതാണ് എനിക്ക് കോന്നിയിലെ ജനങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്. നിങ്ങളുടെ സ്ഥാപനമാണ്, ഈ നാട്ടുകാരുടെ സ്ഥാപനമാണ്, പത്തനംതിട്ടയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്.
ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റപ്പെട്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ KPCCയുടെ നേതൃത്വത്തിൽ എല്ലാ മെഡിക്കൽ കോളേജിന്റെ എന്ന് വെച്ചാൽ സർക്കാർ മെഡിക്കൽ കോളേജിന്റെ മുമ്പിലേക്ക് മാർച്ച് നടത്തുവാൻ പറഞ്ഞതനുസരിച്ചാണ് നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ, അതുപോലെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുന്ന ആളുകൾ ഇവിടെ ഓടിയെത്തിയിട്ടുണ്ട്. മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെയുണ്ട്. എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് ഒരു വിനീതമായ ഒരു അപേക്ഷയുള്ളത്, ഞങ്ങൾ പോയതിനു ശേഷമാണ് അതിന് മുമ്പാകുന്നു നിങ്ങൾ ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രവേശിക്കാൻ അവസരം നൽകും. ഈ മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ച് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അറിയിക്കുവാനുമുള്ള അവസരം എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ടാക്കണമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഇത് കാരണം ഇത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവകാശപ്പെട്ടതാണ്, നമ്മുടെ ഉത്തരവാദിത്വത്തിലുള്ളതാണ്, ആരുടെയും ഔദാര്യമല്ല. ആ ഔദാര്യത്തിന് വേണ്ടി ആരുടെയും കൈ നീട്ടുവാൻ വേണ്ടി പോകുന്നവരല്ല നമ്മൾ ഓരോരുത്തരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ധർണ പരിപാടി ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഏറെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എന്റെ ചെറിയ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.